ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം 2026. ലോകമെമ്പാടുമുള്ള കാർഷിക ഭക്ഷ്യോൽപാദന മേഖലകളിൽ നിർണായക സ്ഥാനമാണ് വനിതാ കർഷകർക്കുള്ളത്. കുടുംബങ്ങളുടെ ഉപജീവനം, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ കർഷക സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് അതീവ പ്രധാനമാണെങ്കിലും അവരുടെ സംഭാവനകൾ മതിയായ രീതിയിൽ ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചത്. സ്ത്രീകളുടെ കാർഷിക ഉപജീവന മാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക ഭക്ഷ്യ മൂല്യ ശൃംഖലയിലുടനീളം അവരുടെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവിടങ്ങളിൽ സ്ത്രീകളുടെ നിർണായക സംഭാവനകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കൂട്ടായ പ്രവർത്തനങ്ങളും സാമ്പത്തിക നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും വർഷാചരണം ലക്ഷ്യമിടുന്നു. കർഷകർ, കാർഷിക തൊഴിലാളികൾ, തേനീച്ച വളർത്തുന്നവർ, കന്നുകാലികളെ മേയ്ക്കുന്നവർ, വനപാലകർ, കാർഷിക സംരംഭകർ എന്നിങ്ങനെ കാർഷിക മൂല്യ ശൃംഖലയിൽ നാനാതരം ചുമതലകൾ വഹിക്കുന്ന സ്ത്രീകൾക്കുള്ള ആദരം കൂടിയാണ് വർഷാചരണം. സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം, വനമിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആലപ്പുഴ ഹരിപ്പാട് ഡാണാപ്പടി സ്വദേശിനിയായ കർഷക വി വാണി. കൃഷി ഒരു മുഖ്യ ജീവിതോപാധിയാക്കുന്നതില് വനിതാ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ കുറവാണ്. അത് സമൂഹത്തിൽ സ്ഥിരമായി നിലനിന്ന് പോരുന്ന ഒരു സാമൂഹ്യ വാർപ്പ് മാതൃകയുടെ ഒരു പ്രശ്നം കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾ അധികാര ശ്രേണിയിൽ കുറവായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും വരുന്നത് ചുരുക്കമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മ കൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ നൂതനാശയങ്ങളുടെ പ്രാപ്യതയും ലഭ്യതയും ശരിക്കും വനിതാ കർഷകർക്ക് കുറവാണ്. കർഷക സമൂഹത്തിലെ കർഷകൻ എന്ന അഭിസംബോധനയാണ് എല്ലായിടത്തും നമ്മൾ പൊതുവെ കാണുക. കർഷകൻ എന്ന അഭിസംബോധന കുറവാണ്. അങ്ങനെ ഒരു സ്വത്ത് പ്രതിസന്ധി കൊണ്ട് സാമൂഹികമായിട്ടുള്ള ഒരു വേർതിരിവ് വനിതാ കർഷകരെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് സ്ത്രീ കർഷകർക്ക് വായ്പാ ലഭ്യത, ഭൂമി ഉടമസ്ഥാവകാശം ഇല്ലാത്തത് തന്നെ വായ്പാ ലഭ്യതയുടെ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഈ പ്രതിസന്ധി എല്ലാം കടന്നുകൊണ്ട് തന്നെ കർഷകയാവുമ്പോൾ തന്നെ നമ്മള് പകല് ശാരീരിക അധ്വാനം, കഠിനാധ്വാനം ചെയ്തിട്ട് വീണ്ടും വീട്ടിൽ വന്ന് വീട്ടിലെ ഗാർഹിക ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഇരട്ടിപ്പണി സത്യത്തിൽ സ്ത്രീകള് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ കർഷകര് നേരിടുന്ന വേറൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിന്റെ ഒരു മേൽക്കോയ്മ. ശരിക്കും ഫീൽഡില്, കൃഷിയിടത്തില് കമാൻഡിംഗ് പവർ നഷ്ടപ്പെടുന്ന, അതായത് കമാൻഡിംഗ് പവറിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവുന്ന സമയത്തെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് സ്ത്രീകൾ ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് തുറന്നു വെക്കുന്നുണ്ട്. വനിതാ കർഷകർക്ക് പൊതുവെ ഉള്ള സൃഷ്ടിയിലുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ട്, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് വിത്തുകൾ സംരക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു നൈസർഗികമായിട്ടുള്ള ചോദനയും കഴിവുകളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കാർഷിക കർമ്മസേനയില് സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ്. നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കൊപ്പം തന്നെ തുല്യവേതന ഉറപ്പുവരുത്താനായിട്ട് സ്ത്രീകള് ഈ മേഖലയിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളിൽ നമുക്ക് സ്ത്രീ കർഷകർക്ക് പ്രതീക്ഷയുമുണ്ട്. കാർഷിക സംരംഭത്തിൽ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലും അഗ്രി ഇൻക്യുബേഷൻ സെന്ററുകൾ പോലുള്ള സംവിധാനങ്ങൾ സ്ത്രീകൾ ഉപയോഗപ്പെടുത്തി അങ്ങനെ കാർഷിക മേഖലയിൽ വനിതാ കർഷകർ ഒരുപാട് മുന്നേറ്റങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. ലോകമെമ്പാടും സ്ത്രീ കർഷകർ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഭൂ ഉടമസ്ഥതയുടെ കാര്യത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണ് സ്ത്രീകൾ. വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, സാമൂഹിക മുൻവിധികൾ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ എല്ലാ കർഷകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ സ്ത്രീ കർഷകരെ അത് കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നു. പലപ്പോഴും വീട്ടിലെ ജോലികളും കുട്ടികളുടെയും പ്രായം ചെന്നവരുടെയും പരിപാലനവും കൃഷിപ്പണിയും ഒരേ സമയം ചെയ്യേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് അമിതമായ തൊഴിൽ ഭാരം സൃഷ്ടിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയിലെ മുൻ റിസർച്ച് ഡയറക്ടറും ICAR എമറിറ്റസ് പ്രൊഫസറുമായ പ്രൊഫസർ പി ഇന്ദിരാദേവി. ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ സ്ത്രീകളുടെ സാങ്ക
സാങ്കത്യം വളരെ വളരെ അധികമാണെങ്കിലും പൊതുവില് കണക്കുകളിൽ അത് പ്രതിഫലിക്കപ്പെടാറില്ല. ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ ഭക്ഷ്യോൽപാദനത്തിന്റെ 70% ചെറുകിട പരിമിത അല്ലെങ്കിൽ കുടുംബ കാർഷിക വ്യവസ്ഥയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം കാർഷികോൽപാദന രീതികളിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വളരെ അധികമാണെങ്കിൽ പോലും അത് അദൃശ്യമാണ്. പൊതുവെ പല സർവേകളിലും അത് ഹൗസ് ഹോൾഡ് വർക്ക്, അതായത് വീട്ടുജോലികൾ എന്നുള്ള ഒരു ഗണത്തിൽ പെടുത്തിയിട്ടാണ് കണക്കാക്കുക. എന്നാൽ നമുക്കറിയാം, ഭക്ഷ്യോൽപാദനത്തോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണം, പരമ്പരാഗതമായ അറിവുകളുടെ സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം, അതിൻ്റെ ഗ്രാമീണ തലത്തിലുള്ള വിപണനം, ഈ രംഗങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം നമുക്ക് കാണാനാവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സാന്നിധ്യം നമുക്ക് കൃത്യമായ കണക്കുകൾ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, അതായത് അതിനായി മാത്രം നടത്തിയ സർവേകളെ അധികരിച്ചല്ലെങ്കിലും ദേശീയ തലത്തിൽ 15-16 കാലഘട്ടത്തിൽ നടത്തിയൊരു സർവേ പ്രകാരം നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഫസൽ ഭീമാ യോജനയിൽ 32% സ്ത്രീ കർഷകരുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ PM കിസാൻ എന്ന പദ്ധതിയിൽ 44.8% സ്ത്രീ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. ഇത് തീർച്ചയായിട്ടും വനിതാ കർഷകരുടെ ഒരു നേരിട്ടുള്ള കണക്കെടുപ്പിലൂടെ പ്രതിഫലിക്കുന്നതല്ല. എന്നിരിക്കലും ഒരു കാര്യം വ്യക്തമാണ്, മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കാർഷിക രംഗത്തും കാർഷിക അനുബന്ധ രംഗങ്ങളിലും പ്രത്യേകിച്ച് ഭക്ഷ്യോൽപാദനത്തിലും സ്ത്രീകളുടെ സാന്നിധ്യം കുറെ കൂടി പ്രകടമാണ്. ഇത് നേരിട്ടുള്ള ഭക്ഷ്യ ഉൽപാദനം അല്ലെങ്കിൽ കാർഷികോൽപാദനം. എന്നാൽ അനുബന്ധ മേഖലകളിൽ സ്ത്രീ സാന്നിധ്യം കുറെ കൂടി നമുക്ക് കാണാൻ സാധിക്കും. കണക്കുകളിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കില്ല. കന്നുകാലി വളർത്തൽ, തേനീച്ച വളർത്തൽ, ഭക്ഷ്യ സംസ്കരണ രംഗത്തിൽ പരമ്പരാഗതമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും നമുക്കിന്ന് ലഭ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളുടെ പങ്ക് ഭക്ഷ്യ ഉൽപാദന രംഗത്തും നമ്മുടെ ഭക്ഷ്യ സുരക്ഷയിലും വരാനിരിക്കുന്ന തലമുറകളുടെ ആരോഗ്യത്തിലും എല്ലാം തന്നെ വളരെയേറെ സംഗതമായിരിക്കുമ്പോഴും സ്ത്രീ സാന്നിധ്യം പലപ്പോഴും അദൃശ്യമാണ്, കണക്കുകളിൽ പ്രതിഫലിക്കപ്പെടുന്നില്ല, അത് വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല. ഇതൊരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ടുള്ള രേഖകളിലൂടെ നോക്കുമ്പോഴാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശ കാര്യങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറില്ല. പുരുഷന്റെ പേരിലായിരിക്കും പലപ്പോഴും ഭൂമി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കർഷകൻ അല്ലെങ്കിൽ കർഷക എന്നുള്ളൊരു നിർവചനത്തിൽ പെടാതെ സ്ത്രീകൾ പുറകോട്ട് അദൃശ്യരായിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ വർഷത്തിലെങ്കിലും 2026 സ്ത്രീകളുടെ പങ്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് രേഖപ്പെടുത്തുകയും അതിനനുസരിച്ചിട്ടുള്ള നയരൂപീകരണങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇനിയും സ്ത്രീ സാന്നിധ്യം കാർഷികോൽപാദന രംഗത്തും അനുബന്ധ മേഖലകളിലും കുറെ കൂടി പ്രകടമാവും. രാജ്യത്തെ സ്ത്രീ കർഷകരെ ശാക്തീകരിക്കുന്നതിനും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഗ്രാമീണ സ്ത്രീകൾക്കായി കാർഷികാധിഷ്ഠിത ഉപജീവന മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നിക്ഷേപങ്ങൾ നടത്തുകയും ലക്ഷ്യമിട്ടുള്ള മഹിളാ കിസാൻ സശക്തീകരൺ പദ്ധതി ഇത്തരത്തിൽ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 3 കോടിയിലധികം വനിതാ കർഷകർക്ക് ധനസഹായം ലഭിക്കുന്നു. കേരളത്തിൽ കുടുംബശ്രീയുടെ കീഴിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വനിതാ കർഷകർക്കിടയിൽ നടപ്പിലാക്കുന്നുണ്ട്. വനിതകളുടെ നേതൃത്വത്തിൽ ഭൂമി പാട്ടത്തിനടുത്തുള്ള കൂട്ടുകൃഷിയും കാർഷിക ഭക്ഷ്യ ഉൽപാദനത്തിനായുള്ള സ്വയം സഹായ സംഘങ്ങളും ഇന്ന് ഒട്ടേറെയിടങ്ങളിൽ കാണാനാകും. ഹരിത കേരളം മിഷൻ, സുഭിക്ഷ കേരളം തുടങ്ങിയ ക്യാമ്പയിനുകളിലും സ്ത്രീ കർഷകരുടെ നല്ല പങ്കാളിത്തമുണ്ട്. മറ്റെല്ലാ മേഖലകളെയും പോലെ കൃഷിയിലും ഇന്ന് സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും യന്ത്രവൽക്കരണവും വ്യാപകമായി കടന്നു വന്നിട്ടുണ്ട്. വനിതാ കർഷകർക്ക് ഇത് ഒട്ടേറെ സാധ്യതകൾ തുറന്നിടുന്നുമുണ്ട്. സ്ത്രീ കർഷകർ നേരിടുന്ന നിരവധി വെല്ലുവിളികൾ മറികടക്കാൻ സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാനാകും. വനിതാ സ്വയം സഹായ സംഘ അംഗങ്ങൾക്ക് ഇത്തരം സാങ്കേതിക വിദ്യകളിൽ പരിശീലനം ലഭ്യമാക്കുന്ന നിരവധി പരിപാടികൾ ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. സ്ത്രീകളെ ഡ്രോൺ പൈലറ്റുമാരാക്കുന്ന നമോ ഡ്രോൺ ദീദി പദ്ധതി തന്നെ ഉദാഹരണം.
ഡ്രോൺ സേവനദാതാക്കളായി സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. തൃശൂർ ജില്ലയിലെ മാള കുഴൂർ സ്വദേശിനിയായ ഡ്രോൺ ഓപ്പറേറ്റർ ശ്രീമതി സുധാ ദേവദാസ് ഈ മേഖലയിൽ വിജയം കണ്ടെത്തിയ ഒരാളാണ്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ നടന്ന ഒരു പരിപാടിയിൽ ശ്രീമതി സുധാ ദേവദാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംവദിച്ചിരുന്നു. സുധാ ദേവദാസ് വാർത്താ തരംഗിണിയോട്. MKSPയുടെ ഭാഗമായിട്ട് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിനായി നിലമൊരുക്കുന്നത് മുതൽ ട്രാക്ടർ, ടില്ലർ, അതുപോലെ നടീൽ യന്ത്രം, ഞാറ്റടി തയ്യാറാക്കൽ, വളപ്രയോഗങ്ങൾ, കീടനിയന്ത്രണ ഉപാധികൾ, അതുപോലെ കൊയ്ത്തേന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് എല്ലാം അതിനുള്ള എല്ലാ പരിശീലനങ്ങളും നമുക്ക് MKSP വഴി കുടുംബശ്രീ അംഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തെങ്ങുകയറ്റം മുതൽ ഏത് തരം ജോലിയും സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. അതിലൂടെ ഒരുപാട് തരിശ് നിലങ്ങൾ നമുക്ക് കാർഷിക യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ ബൈ പ്രോഡക്ട്സുകളാക്കി പല JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ചെറുകിട സംരംഭങ്ങൾ നിത്യോപയോഗ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും മുൻകൈയെടുത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കും കിട്ടിയത് എല്ലാ തരത്തിലുള്ള MKSPയുടെ ഭാഗമായിട്ടും കുടുംബശ്രീ തരുന്ന പല പരിശീലനങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ പദ്ധതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള പദ്ധതികളാണ് നമുക്ക് ലഭിക്കാറ്. കേരളത്തിൽ കുടുംബശ്രീ വഴി എല്ലാ SHG ഗ്രൂപ്പുകളിലേക്കും നല്ല രീതിയിൽ അതിന് താല്പര്യമുള്ള സ്ത്രീകൾ എല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തും നല്ല രീതിയിലുള്ള വനിതാ കർഷകരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശീലനമാണ് നമുക്ക് ചെന്നൈയിൽ വെച്ചിട്ട് ഡ്രോൺ വരെ നൂതന സാങ്കേതിക വിദ്യയായ ഡ്രോൺ പൈലറ്റ് പരിശീലനം നമുക്ക് ലഭിക്കുകയും നമോ ഡ്രോൺ ദീദി പ്രോജക്റ്റ് പ്രകാരം ഡ്രോൺ അടക്കം നമുക്ക് പരിശീലനം കിട്ടിയത്. അതിലൂടെയാണ് എനിക്കും ഡ്രോണിന്റെ ഇത് കിട്ടിയത്. പക്ഷേ നമുക്ക് നിറയെ വെല്ലുവിളികളാണ് കാർഷിക മേഖലയിൽ. എപ്പോഴും മുൻകാലങ്ങളിലായാലും എത്ര പണി കൃഷി വനിതകൾ ചെയ്താലും അതിൽ വരുമാനം എപ്പോഴും പുരുഷ കേന്ദ്രീകൃതമായിട്ട് തന്നെ പോകാറുണ്ടായിരുന്നു. എനിക്കും കിട്ടിയ ഒരു അവസരം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം ഇത്തരം ഓരോ അവസരങ്ങളെ നമ്മൾ വിനിയോഗിച്ചപ്പോഴാണ് പ്രൈം മിനിസ്റ്ററെ വരെ നമുക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയതും. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പരിശ്രമങ്ങളെക്കാൾ ഉപരി സംഘടിതമായി ഏകോപനത്തോടെ മുന്നോട്ടു പോകുന്നത് കർഷകർക്ക് പൊതുവിലും വനിതാ കർഷകർക്ക് വിശേഷിച്ചും ഏറെ ഗുണകരമാകാറുണ്ട്. വ്യക്തിഗതമായി നേരിടാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ കൂട്ടായ്മയിലൂടെ മറികടക്കാൻ ഇവ കരുത്തേകുന്നു. വനിതകൾ ഈ സംഘടനകളുടെ ഭരണപരമായ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവരുടെ സാമൂഹിക അംഗീകാരവും അന്തസ്സും വർദ്ധിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന തുളുനാട് എക്കോ ഗ്രീൻ ഭക്ഷ്യോൽപാദക സംഘത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി അന്നമ്മ ജോസ്. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും ബലം കൂടുതലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാൻ ഒരാൾ നോക്കിയാൽ ചെയ്യാൻ പറ്റുന്നതിന്റെ 1000 മടങ്ങ് നമ്മൾക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കുമ്പോൾ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ സ്ഥാപനം. കാരണം 10 മെമ്പർമാരുമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 1550-ലധികം മെമ്പർമാരുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ അധികം വനിതകൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, തുടർന്നും അവർക്ക് വരുമാനദായകമായിട്ടുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് ആയിട്ടും അവർക്ക് ചെയ്യാനുള്ള മറ്റ് പ്രചോദനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും എക്സ്പോർട്ട് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പോകാനായിട്ട് നമുക്ക് വളരെയധികം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ പരിശ്രമവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1000-ഓടടുത്ത് വനിതാ മെമ്പർമാരുള്ള ഞങ്ങളുടെ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം കുറേ അധികം സ്ത്രീകളെ കൂടി അല്ലെങ്കിൽ കുറേ അധികം ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ എനിക്കത് കുറേ കൂടി കാര്യക്ഷമമായി കൊണ്ടുപോകാനും അവർക്കും ഒരു സപ്പോർട്ടായി, ഒരു താങ്ങായി അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പുരുഷന്മാർക്ക് സമാനമായ അവകാശങ്ങളും അവസരങ്ങളും വനിതാ കർഷകർക്കും ലഭിച്ചാൽ അവരുടെ ക്ഷേമം മാത്രമല്ല ഉണ്ടാകുന്നത്. കാർഷിക ഉൽപാദനക്ഷമത, ഭക്ഷ്യസുരക്ഷ, സാമൂഹിക പുരോഗതി എന്നിവയിലും കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ സൂചകങ്ങളിലും വലിയ പുരോഗതി കൈവരിക്കാനാകും. ലോകത്തിന്റെ സുസ്ഥിര ഭാവിയും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ സ്ത്രീ കർഷകർക്ക് ഏറ്റവും പ്രധാനമായ പങ്കുണ്ട്. അവരുടെ തൊഴിൽ നിലവാരം മെച്ചപ്പെടുത്താനും നയരൂപീകരണ സ്ഥാനങ്ങളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇതിലേക്കുള്ള വഴികാട്ടിയും ചാലകശക്തിയുമാകാൻ വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷ ആചരണത്തിന് കഴിയും എന്ന പ്രത്യാശയോടെ വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.